എങ്ങനെ ഒരുവരിലേക്ക് ശാപം കയറും? How does a curse enter a bloodline, a family? ദൈവം വെച്ച സിസ്റ്റത്തെ പൊളിച്ചാൽ, Whenever we go contrary to the God's word, the consequences we enter a curse. ദൈവം എല്ലാത്തിനും ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. The Lord has created a system of function for everything. അതിനെ പൊളിച്ചാൽ, When we destroy that divine order, ആ ശാപം നിങ്ങളുടെ മേൽ മാനിഫെസ്റ്റ് ആകും. that curse can manifest in our lives. സദൃശവാക്യം 3:33 പറയുന്നു, Proverbs 3:33 says, യഹോവയുടെ ശാപം ദുഷ്ടന്റെ മേൽ വരുന്നു. the curse of the Lord is on the house of the wicked. സദൃശവാക്യം 26:2 പറയുന്ന, കുരുകിൽ പാറിപ്പോകുന്നത് പോലെ മീവൽ പക്ഷി പറന്നു പോകുന്ന പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. The Bible says a curse without a cause shall not come to pass. അപ്പോസ്തലപ്രവൃത്തി 17:26 പറയുന്നു, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ ഒരു മനുഷ്യനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. Acts chapter 17 and verse 26 says, ഒരു മനുഷ്യനിൽ നിന്ന് സകലരെയും കൊണ്ടുവന്നു. through one man the entire generations and races of humanity was created. ആ മനുഷ്യനാൽ, and through that one man, പാപവും ശാപവും ലോകത്തിൽ വന്നു എന്ന് റോമർ 5:16 പറയുന്നു. Romans 5:16 says, through that one man sickness and curse came into the generations of humanity. ഒരു മനുഷ്യനാൽ വന്ന ശാപത്തെ, and because through one man the curse came, ആ രോഗത്തെ, and that sickness came, മരണത്തെ മാറ്റാൻ, and death came through one man. 5-ാം അധ്യായം റോമാലേഖനം 17-ാം അധ്യായത്തിൽ ഗുഡ് ന്യൂസ് കൊടുത്തിരിക്കുന്നു. And chapter 5 of Romans in verse 17 says, 5:17 റോമാലേഖനത്തിൽ പറയുന്നു, Romans 5:17 says, ഒരു മനുഷ്യനെ കൊണ്ട് തന്നെ ആ ശാപത്തെയും രോഗത്തെയും അവിടുന്ന് മാറ്റി. and because the curse came through one man, and through one man he removed the curse from humanity. ആ ഒറ്റ മനുഷ്യനാണ് യേശു. And through that one man the Lord Jesus Christ. നിങ്ങൾക്കറിയാമോ, Do you know? അബ്രഹാം ഇതുപോലത്തെ ഒരു മനുഷ്യനായിരുന്നു. Abraham was an ordinary man. പക്ഷെ ഒരു ദിവസം But one day ദൈവത്തിന്റെ വെളിപ്പാടുണ്ടായി. he had a revelation of God. നമ്മളെ പോലെ പറഞ്ഞു കൊടുക്കാൻ പാസ്റ്റർമാരില്ല. There were no pastors to instruct him like we have. ഏരിയ ലീഡേഴ്സ് ഇല്ല. There were no area leaders for Abraham. പക്ഷെ അന്ന് അബ്രഹാം തീരുമാനിച്ചു, But that day Abraham decided. ഇന്ന് തൊട്ട് എനിക്ക് ഈ ദൈവത്തെ മതി. He decided, I will walk in covenant with this God. Number 1, തിരിച്ചറിയുക, acknowledge that you are under a curse. എനിക്ക് ശാപമുണ്ടെന്ന് തിരിച്ചറിയുക. I am under the influence of a curse. Number 2, തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ. after you acknowledge, നീ ഒരു തീരുമാനമെടുക്കുക. you decide. അബ്രഹാം തീരുമാനമെടുത്തു. Abraham made a covenant. അവൻ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങി. He began to obey the Lord. അതുവരെ, until that time, അവൻ കണ്ട ശാപങ്ങൾ, he saw the curses മാറി, moved away, അവനിൽ നിന്നും അനുഗ്രഹം ഒഴുകാൻ തുടങ്ങി. and he began to walk in the river of blessing. അവൻ ഒരു നദിയായി മാറി. He became a river of blessing. നീ ഒരു അനുഗ്രഹത്തിന്റെ നദിയായി മാറി. You will become a river of blessing. നീ വായ്പ വാങ്ങിച്ച് തകരുകയല്ല, നീ വായ്പ കൊടുക്കാൻ തുടങ്ങുക. You shall not borrow, but you shall lend to nations. നിന്റെ തലമുറകൾ അനുഗ്രഹമാകും. And your generation shall be a blessing. അവൻ ദൈവത്തോട് ഉടമ്പടി വെച്ചു. And he made a covenant with നീ എൻ്റെ God. ദൈവമായിരിക്കും. So Abraham said, you will be my God. ഞാൻ നിന്റെ വകയായി മാറും. And I will be your son. ഇന്ന് പകലൊരു തീരുമാനമെടുക്കാമോ? And can you make a decision this morning? ഇന്ന് തൊട്ട് ഈ ദൈവത്തെ എനിക്ക് വേണമെന്നൊരു തീരുമാനം. Can you make a decision this morning that ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്നൊരു തീരുമാനം. this God will be my God. ഇന്നലെ വരെ നിന്റെ കണ്ട തകർച്ചകൾ ഇന്ന് പൊട്ടിയിരിക്കും. And this God shall break you free from the curses of yesterday. നിന്റെ അറിവില്ലായ്മയിലോ നീ അറിഞ്ഞോണ്ടോ ഒക്കെ ചെയ്തതെല്ലാം കർത്താവ് ഇന്ന് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. Whatever you have done knowingly or unknowingly, the Lord will put a stop to it today. നീ തുറന്നു കൊടുത്ത വാതിൽ നീ അടയ്ക്കാൻ റെഡിയാണെന്ന് നീ പറഞ്ഞാൽ എത്ര വലിയ ശാപവും ഇന്ന് പകലിൽ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറും. If you can shut that door of invitation to the devil from the ancestors, the Lord shall step in to make your life a river of blessing.